കേരളം അടുത്ത നിയമസഭാ വിധിയെഴുതാൻ ഒരുങ്ങുകയാണ്. എങ്ങനെയും ഭരണം പിടിക്കുക എന്ന നിശ്ചയദാർഢ്യത്തിൽ കോൺഗ്രസ് പാർട്ടി വിപുലീകരണത്തിന് ഒരുങ്ങുകയാണ്. കേരളത്തിൽ കൂടുതൽ ഭാരവാഹികളുമായി KPCC വിപുലീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. അധ്യക്ഷനായി സണ്ണി ജോസഫും പുതിയ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും നിയമിക്കപ്പെട്ട ശേഷം നടക്കുന്ന ആദ്യ പുനഃസംഘടനയ്ക്കുള്ള സാധ്യതാ പട്ടികയായി. നിലവിലുള്ള ചിലരെ ഒഴിവാക്കാനും കൂടുതൽ പേരെ നിയമിക്കാനുമാണ് ധാരണ. DCC പ്രസിഡന്റുമാരുടെ തീരുമാനമനുസരിച്ചായിരിക്കും പേരുകൾക്ക് അന്തിമ രൂപം നൽകുക. DCC അധ്യക്ഷന്മാരുടെ സാധ്യതാ പട്ടികയിലുള്ളവർക്ക് പദവികൾ ഉറപ്പാക്കും. ഇത് സംബന്ധിച്ച് ഡോക്ടർ ശശി തരൂരുമായും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്നലെ രാത്രിയിൽ ചർച്ച നടത്തി. ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. പുനഃസംഘടനയ്ക്ക് തരൂർ സഹകരണം അറിയിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിമാർക്ക് പുറമെ സെക്രട്ടറി തലത്തിലും സമിതി തലത്തിലേക്കും പുതുമുഖങ്ങൾക്ക് അവസരമൊരുങ്ങും. തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നിർണായക ചുമതല മാറ്റങ്ങൾ. ഇതിനുള്ള പേരുകളുമായാണ് പാർട്ടി നേതൃത്വം ഡൽഹിയിലെത്തിയത്. DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടന മുഖ്യ അജണ്ടയായിരുന്നുവെങ്കിലും ഏതൊക്കെ DCCയിലാണ് മാറ്റം വരുത്തേണ്ടത് എന്നതിൽ അവ്യക്തത തുടരുന്നു. ചില DCCകൾക്ക് പ്രവർത്തന മികവ് ചൂണ്ടിക്കാട്ടി ഇളവ് നൽകുമെന്നും അഭിപ്രായമുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ ചർച്ച നടത്തി. ഇന്ന് ഹൈക്കമാൻഡുമായി ചർച്ചയുണ്ടാകും. ഏതെല്ലാം ജില്ലകളിൽ മാറ്റം വേണമെന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡാകും. കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളും KPCC നേതൃത്വത്തെ അഭിപ്രായമറിയിച്ചു. മുൻ KPCC അധ്യക്ഷൻ K സുധാകരനെ പോലെ ചില നേതാക്കൾ എല്ലായിടത്തും മാറ്റം വേണ്ട എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതാക്കൾ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തും. ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തി പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. 9 DCC അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. കണ്ണൂർ DCC അധ്യക്ഷനെ മാറ്റരുതെന്ന് KPCC മുൻ പ്രസിഡന്റ് K സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ, എറണാകുളം അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടാകില്ല. മലപ്പുറം, കോഴിക്കോട് അധ്യക്ഷന്മാരെയും മാറ്റേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം.